നമസ്കാരം. നമ്മുടെ നാട്ടിലെ ഭരണകൂടവുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്കാണ് ഈ വീഡിയോയിലൂടെ ഞാൻ തുടക്കം കുറിക്കുന്നത്. ജനജീവിതവുമായി ഇത്രയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന സംവിധാനമോ സ്ഥാപനങ്ങളോ സർക്കാർ ഓഫീസുകൾ പോലെ നമ്മുടെ നാട്ടിൽ വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ജനനം മുതൽ മരണം വരെ എന്തെന്ത് കാര്യങ്ങൾക്കാണ് സർക്കാർ ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ടി വരുന്നത്. നമ്മൾ സർക്കാരിന് തിരക്കിയില്ലെങ്കിൽ സർക്കാർ നമ്മളെ തിരക്കി വരുന്ന അവസ്ഥയുമുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് സർക്കാർ ഓഫീസുകളുമായിട്ടുള്ള ബന്ധം സുതാര്യവും പരാതി ഇടയില്ലാത്ത വിധത്തിലും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് എല്ലാ വിഭാഗം ജനങ്ങളും. എന്ത് കാര്യത്തിനും സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോൾ നിശ്ചയമായിട്ടും സർക്കാരിനെ സംബന്ധിച്ച്, സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ച്, സർക്കാർ ഓഫീസുകളെ സംബന്ധിച്ച്, സർക്കാർ നിയമങ്ങളെ സംബന്ധിച്ചെല്ലാം നിരവധി പരാതികൾ ഏത് കാലത്തും എപ്പോഴും ഉയരാറുണ്ട്. ഇടതിങ്ങി നിൽക്കുന്നു നിയമങ്ങൾ നീതികൾ, ഇടമില്ലിവർക്കൊന്നു കാലുകുത്താൻ. ചങ്ങമ്പുഴ അദ്ദേഹത്തിന്റെ ഒരു കവിതയിൽ പാടിയതാണിത്. നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ബാഹുല്യം കൊണ്ട് ജനങ്ങൾ വിഷമിക്കുന്ന അവസ്ഥ. ഭരണകൂടത്തിന്റെ ഏതെങ്കിലും ഘടകത്തെ ഏതെങ്കിലും കാര്യത്തിന് സമീപിക്കാൻ തന്നെ സാധാരണ ജനങ്ങൾക്ക് ഭയമാകുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. പിന്നെ നിവൃത്തികേട് കൊണ്ട് വലിയ കാര്യങ്ങൾക്കും അവിടെ പോകേണ്ടിയും വരും. അപ്പൊ ഇതൊക്കെ ഇപ്പോ നമ്മുടെ ജനാധിപത്യ യുഗത്തിൽ 20ാം നൂറ്റാണ്ടിൽ സംഭവിച്ച കാര്യം മാത്രമല്ല. ഒരു ചൈനീസ് കഥയുണ്ട്. കൺഫ്യൂഷ്യസ് എന്ന തത്വചിന്തകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു ദിവസം കാട്ടിൽ കൂടി നടക്കുമ്പോൾ ഭയാനകമായ കാടിന്റെ നടുവിലിരുന്ന് ഒരു മനുഷ്യൻ ഏങ്ങി കരയുന്നത് കണ്ടു. എന്തേ കരയുന്നേ? കൺഫ്യൂഷ്യസ് കാരണം തിരക്കി. അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യയെയും പൊന്നുമക്കളെയും കടുവ പിടിച്ചു തിന്നു. കരളലിയിക്കുന്ന മറുപടി കേട്ടപ്പോൾ കൺഫ്യൂഷ്യസ് അദ്ദേഹത്തിന് വിഷമമായി. അദ്ദേഹം വീണ്ടും ഈ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളെ ഭാര്യയെയും പൊന്നുമക്കളെയും കടുവ പിടിച്ചു തിന്നു, പിന്നെന്തേ നിങ്ങൾ നാട്ടിലേക്ക് പോകാതെ വീണ്ടും ഈ കൊടുങ്കാട്ടിൽ തന്നെ ഇരിക്കുന്നത്? അതെങ്ങനെ പോകും പ്രഭു, അവിടെ സർക്കാരുണ്ട്. ഇതായിരുന്നു അയാളുടെ മറുപടി. അപ്പൊ കടുവയേക്കാൾ ഭയങ്കരമാണ് സർക്കാർ എന്ന് കൺഫ്യൂഷ്യസ് എന്ന തത്വചിന്തകൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ കഥയിലൂടെ നമ്മളോട് പറഞ്ഞു. അതേ ഭീതിയും ബുദ്ധിമുട്ടുകളും ഇപ്പോഴും തുടരുന്നുണ്ടോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാമുള്ള ഒരു ചർച്ച നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഭരണകൂടത്തിനെ സമീപിക്കേണ്ടി വന്നപ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ട പ്രശ്നങ്ങൾ, അത് നല്ലതായാലും ചീത്തയായാലും നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സുമായി പങ്കുവെക്കാം. ഒരു തുറന്ന ചർച്ചയാവാം. എന്നിട്ട് നമുക്ക് അടുത്ത ഭരണകൂടത്തെ സംബന്ധിച്ചുള്ള ഭരണ നടപടികളെ സംബന്ധിച്ചുള്ള നയങ്ങളെയും അതുപോലെ നിയമങ്ങളെയും ചട്ടങ്ങളെയും ഒക്കെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇനിയുള്ള പേജുകളിൽ നമുക്ക് തുടരാം.
നിങ്ങളുടെ എല്ലാവരുടെയും പ്രതികരണം പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.